ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുകയാണ്. എന്നാൽ ഇതിന് ദേവസ്വം ബോർഡിന് മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് കുംഭമേളയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ കാഴ്ചവെച്ചത്. ദിവസേന കോടിക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമ്പോഴും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഗംഗാസ്നാനം നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ കുംഭനഗരിയിൽ സജ്ജമായിരുന്നു. കുംഭനഗരിയായ പ്രയാഗ് രാജിൽ നിന്ന് നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആദ്യം കാണാം. 1 കോടിയോളം അല്ലെങ്കിൽ 1 കോടിയിൽ താഴെ മാത്രം തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാടുപെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇത് 40 കോടിയിലധികം തീർത്ഥാടകർ ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ 40 കോടി ആളുകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് നമ്മൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരെത്തുമ്പോൾ അവർക്ക് പലപ്പോഴും പറയുന്നത് ഭക്ഷണം, കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉള്ള അസൗകര്യം, ഒപ്പം തന്നെ വിരിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസൗകര്യങ്ങൾ, അതൊപ്പം തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശബരിമലയിലെ പ്രശ്നങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഭക്തർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം, സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇവിടേക്ക് വന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ 40 കോടി ആളുകൾ ഇന്നെത്തിയാൽ പോലും അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, എല്ലാ സുരക്ഷയും, എല്ലാ ഒരുക്കങ്ങളും, എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടത് ഇവിടെ സജ്ജമാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ള ചെറിയ കടകൾ പോലും എടുത്താൽ അവിടെയും നേരത്തെ യോഗി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഡിജിറ്റൽ കുംഭമേള എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചെറിയ കടകളിൽ പോലും നമുക്ക് UPI പേയ്മെൻറ്റ് നടത്തുന്നതിന്, ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെറിയ കടകളിൽ പോലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏത് പ്രദേശത്തേക്ക് പോയാലും, ഏത് സെക്ടറിലേക്ക് പോയാലും, എവിടേക്ക് നീങ്ങിയാലും അവിടെയെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ദിശാസൂചികകൾ ഇവിടെ എല്ലാ ഭാഗത്തും ഒരുക്കി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഇതിനുള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള രക്ഷകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഇത് യാത്ര ചെയ്യാം. അപ്പം ശൗചാലയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവിടെ അത് എല്ലാ സ്ഥലത്തും അത് കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. കുംഭമേള ജനം TVക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത നിഖിൽ കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. നിഖിൽ, നോക്കൂ, നിഖിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രതിദിനം കോടിക്കണക്കിന് ഭക്തരാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ ഗംഗാസ്നാനത്തിനായിട്ട് എത്തിയത്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് കണ്ടതാണ്, നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിച്ചതാണ്. ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1 ലക്ഷത്തിന് താഴെ അയ്യപ്പ ഭക്തരെയാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. പക്ഷേ പ്രശ്നങ്ങളേ ഉള്ളൂ. പമ്പയിൽ നിന്ന് തുടങ്ങി, നിലയ്ക്കലിൽ നിന്ന് തുടങ്ങി പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നിഖിൽ, ഈ ഘട്ടത്തിൽ ഒരു താരതമ്യ പഠനം വളരെ ഹ്രസ്വമായി നടത്തുന്നത് നന്നായിരിക്കും. നിഖിലിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുംഭമേള നഗരിയിൽ എങ്ങനെയായിരുന്നു തിരക്ക് നിയന്ത്രിച്ചത്, സന്നിധാനത്ത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഒരു ചെറിയൊരു താരതമ്യ പഠനം നടത്തുന്നത് അഭികാമ്യമാണെന്ന് തോന്നുന്നു. നിഖിൽ. അനിൽ നമ്പ്യാർ, തീർച്ചയായും ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്ന കുംഭമേള, അതിനുവേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയ സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കുംഭമേള ആകെ കണക്കെടുത്താൽ 66 കോടിയോളം ആളുകളാണ് ഈ ഒരു കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അത് കൃത്യമായ പ്ലാനിങ്ങുകൾ അവിടെ ഓരോ കാര്യത്തിനും നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇത്രത്തോളം ആളുകൾ ഇതിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കണക്കൂട്ടൽ പ്രകാരം ആകെ 40 കോടി ആളുകൾ അവിടേക്ക് എത്തും, സ്നാനത്തിന് വേണ്ടി എത്തും എന്നായിരുന്നു കണക്കൂട്ടൽ. എന്നാൽ അതിൽ നിന്നും വലിയൊരു വർധനവ് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. 40-ൽ നിന്ന് 66 കോടിയോളം ആളുകൾ അവിടേക്ക് എത്തുന്നു. എന്നാൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ കൃത്യമായി സ്നാനം നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൃത്യമായി ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഈ ആകെ കുംഭമേള നടക്കുന്ന സ്ഥലത്തെ 25 സെക്ടറുകളായി കൃത്യമായി തിരിക്കുന്നു. അവിടെ ഓരോ സെക്ടറിലേക്കും കൃത്യമായി വഴിതിരിച്ചു വിടുന്നു. അതായത് ഒരു സ്ഥലത്ത് ആൾക്കൂട്ടം ഉണ്ടായാൽ, വലിയൊരു ആളുകളുടെ കൂട്ടമുണ്ടായാൽ ഉടനെ തന്നെ ബാക്കപ്പായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അതായത് ഒരു പ്ലാൻ A അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ കൃത്യമായി പ്ലാൻ ബിയും, അതും വർക്കൗട്ട് ആയെങ്കിൽ പ്ലാൻ സിയും അടക്കം അവർ സജ്ജീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ചെറിയൊരു രീതിയിലുള്ളൊരു അപകടം അവിടെ സംഭവിച്ച ദിവസം, ആ ദിവസം പോലും
പോലും കൃത്യമായ പ്ലാനിങ്ങുകൾ, അതായത് ഈ അപകടം സംഭവിച്ചതിന് 5 മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായി എത്തിയ മുഴുവൻ ആളുകൾക്കും സ്നാനം ചെയ്തതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം, നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത പ്ലാൻ ബിയും സിയും ഒക്കെ ക്രമീകരിക്കുന്ന ഒരു കാഴ്ച. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നലെ മുതൽ തന്നെ സന്നിധാനത്ത്, ഇന്നലെ മുതലല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി മാസപൂജയ്ക്ക് നട തുറക്കുന്ന സമയം പോലും ഭക്തർ പറയുന്നൊരു കാര്യമാണ്, ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് തങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം. അതായത് കുടിവെള്ളം ഏറ്റവും അടിസ്ഥാനമായി വേണ്ടതാണ്. കാരണം 14-15 മണിക്കൂർ തീർത്ഥാടകർ ക്യൂവിൽ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളവും ശൗചാലയവും. ഇത് രണ്ടും ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശബരിമലയിൽ സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരൊക്കെ പറയുന്നത്. സന്നിധാനത്ത് മാത്രമല്ല, പമ്പയിലും നിലയ്ക്കലും ഒപ്പം എരുമേലിയിലും ഒക്കെ കാഴ്ച ഇതാണ്. പക്ഷേ അവിടെ കുംഭമേള നടക്കുന്ന നഗരിയിലേക്ക് വന്നാൽ അവിടെ കൃത്യമായ രീതിയിലുള്ള കുടിവെള്ളം ഒപ്പം ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 1 കോടിയിൽ നിന്ന് 5 കോടി തീർത്ഥാടകർ ഒരു ദിവസം എത്തിയാൽ പോലും അവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ അവർക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സന്നിധാനത്ത് മുൻപൊക്കെ അന്നദാനം ഒപ്പം കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ സന്നദ്ധ സംഘടനകൾ നേതൃത്വത്തിൽ സേവാഭാരതി അടക്കമുള്ളവരെ അവരെ ആശ്രയിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും സേവാഭാരതി അടക്കം സേവനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അവിടേക്ക് വരുമ്പോൾ സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം, അത് പല സന്നദ്ധ സംഘടനകളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അവരെയും പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം. പക്ഷേ കുംഭമേള നഗരിയിലേക്ക് വരുമ്പോൾ അവിടെ സന്നദ്ധ സംഘടനകളുടെ സേവനം അത് കൃത്യമായി സർക്കാർ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച. അതായത് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കടക്കം, ഇപ്പോൾ കേരളത്തിലുള്ള അമൃത ആശുപത്രി അടക്കം അവിടെ താൽക്കാലിക ആശുപത്രി ക്രമീകരിച്ചുകൊണ്ട് അവിടേക്ക് വേണ്ട വരുന്ന ആളുകൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, അവർക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നു. മുൻപ് പലപ്പോഴും പമ്പയിലും നിലയ്ക്കലും അടക്കം അമൃത ആശുപത്രി അടക്കം മൊബൈൽ ആംബുലൻസ് വാനുകൾ, അതായത് മെഡിക്കൽ യൂണിറ്റുകളൊക്കെ സജ്ജീകരിക്കുന്ന ഒരു കാഴ്ച മുൻപൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം. അതായത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിൽ പോലും വലിയ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുംഭമേളയിലേക്ക് വരുമ്പോൾ അതിനൊക്കെ കൃത്യമായ പ്ലാനുകളുണ്ട്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ ഇതിനുവേണ്ടി കൃത്യമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം നേതൃത്വത്തിൽ ഇതിന് കൃത്യമായ പ്ലാനുകളുണ്ടായിരുന്നു. ഒപ്പം പോലീസ് വിന്യാസം അടക്കം കൃത്യമായി നൽകിയിട്ടുണ്ടായിരുന്നു. താൽക്കാലികമായി റോഡുകൾ നിർമ്മിച്ചിരുന്നു, താൽക്കാലികമായി പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെ കൃത്യമായ മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ ഇതിനുവേണ്ടി നടത്തിയിരുന്നു. പക്ഷേ ശബരിമലയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഈ മാസം 7-ാം തീയതി ലൈവത്തോൺ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും അന്ന് നമുക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, പമ്പ വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വരെയുള്ള സ്ഥലങ്ങൾ പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലും ഒക്കെ നമ്മൾ എത്തി പറഞ്ഞൊരു കാര്യമുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത്. അതായത് അപ്പോൾ പറഞ്ഞൊരു കാര്യം, തീർത്ഥാടനം തുടങ്ങാൻ ഇനി ദിവസങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അടിസ്ഥാന സൗകര്യം ഒരുക്കും എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ അത് കണ്ടില്ല. മാസങ്ങൾ മുമ്പേ നടത്തേണ്ട പല തയ്യാറെടുപ്പുകളും നടത്തിയില്ല. എന്തായാലും അതാണിപ്പോൾ ഭക്തർ സന്നിധാനത്ത് ദുരിതമായി അനുഭവിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, നിഖിൽ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലെ കുംഭനഗരിയിൽ പ്ലാൻ എക്ക് പുറമെ പ്ലാൻ ബിയും സിയും ഉണ്ടായിരുന്നു. ഇവിടെ ശബരിമലയിൽ ഒരു പ്ലാനും ഇല്ല എന്നുള്ളതാണ്. ഒരു പ്ലാനും, ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. ആകെ ഇവർ പദ്ധതി ഇട്ടത് എന്താണ്? ദേവസ്വം ബോർഡ് പദ്ധതി ഇട്ടത് എന്താണ്? നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ? ഈ ഭണ്ണാരത്തിൽ നിന്ന് എങ്ങനെ അടിച്ചു മാറ്റാം എന്നതായിരുന്നു ഇവരുടെ പദ്ധതി. അതുമാത്രമല്ല, അയ്യപ്പൻ്റെ ആഭരണങ്ങൾ എങ്ങനെ കൊള്ളയടിക്കാം എന്നത് മാത്രമാണ് ഇവരുടെ പദ്ധതി. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഇനിയെങ്കിലും UPയെ കുറ്റം പറയാതെ UP സർക്കാരിൻ്റെ ചെയ്തികൾ കണ്ടുപഠിക്കും.